നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോജി എം ജോണിന്റെ വിജയത്തിനായി കൊച്ചുമക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത്. കാടുകുറ്റി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടെന്ന് പരാതി. വോട്ട് ഫോർ UDF എന്ന അഭ്യർത്ഥനയുമായി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസിന്റെ ഒറ്റയാൾ തെരഞ്ഞെടുപ്പ് കാൽനട പ്രചരണ യാത്ര ശ്രദ്ധേയമാവുന്നു. സംസ്ഥാനത്ത് 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോജി എം ജോണിന്റെ വിജയത്തിനായി കൊച്ചുമക്കൾ ഉൾപ്പെടെ പ്രചരണ രംഗത്ത്. മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ചിഞ്ചു ജിജോന്റെ 3 കൊച്ചുമക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബമാണ് UDF-നായി പ്രചരണ രംഗത്തുള്ളത്. മഞ്ഞപ്ര ഗവൺമെന്റ് ഹൈസ്കൂൾ ബൂത്തിന്റെ പരിധിയിൽ വരുന്ന വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് വോട്ടർമാരെ അത്ഭുതപ്പെടുത്തുന്ന ഈ പ്രചരണ രീതി കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. വാർഡ് ജനപ്രതിനിധിയുടെ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും അടങ്ങുന്ന UDF ടീമിൽ ഇവരെ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു ഈരാളി, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ജോമോൻ ദേവസി, കുട്ടികളുടെ മാതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായി ചിഞ്ചു ജിജോ, UDF നേതാക്കളായ ഷൈബി പാപ്പച്ചൻ, ദിനു ജോർജ്, ബാബു പുന്നോളി, ജിജോ മാണിക്കെത്താൻ എന്നിവരടങ്ങുന്ന ടീമാണ് പ്രചരണത്തിന് ഉണ്ടായത്. LDF സ്ഥാനാർത്ഥി ബിജു എസ് റൈദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാലക്കുടി മുനിസിപ്പൽ റാലിയും പൊതുസമ്മേളനവും തിങ്കളാഴ്ച നടക്കും. റാലിക്ക് ശേഷം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. കാടുകുറ്റി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടെന്ന് പരാതി. തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സുകൾക്ക് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. കുലയിടം ബേക്കറി ജംഗ്ഷൻ, കല്ലൂർ, കാടുകുറ്റി ആംഗ്ലോ ഇന്ത്യൻ പള്ളിക്ക് സമീപം എന്നിവിടങ്ങളിലെ ഫ്ലക്സുകളാണ് പ്രധാനമായും നശിപ്പിക്കപ്പെട്ടത്. റോഡരികിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഫ്ലക്സുകൾ കീറി നശിപ്പിക്കുകയും പോസ്റ്ററുകൾ വികൃതമാക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനും പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനുമുള്ള ആസൂത്രിത ശ്രമമാണിതെന്ന് NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആരോപിച്ചു. സംഭവത്തിൽ BJP കാടുകുറ്റി പഞ്ചായത്ത് കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായ വിയോജിപ്പുകളെ കായികമായും അക്രമത്തിലൂടെയും നേരിടുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും കുറ്റക്കാരെ ഉടൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും NDA നേതാക്കൾ പറഞ്ഞു. വോട്ട് ഫോർ UDF എന്ന അഭ്യർത്ഥനയുമായി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസിന്റെ ഒറ്റയാൾ തെരഞ്ഞെടുപ്പ് കാൽനട പ്രചരണ യാത്ര ശ്രദ്ധേയമാവുന്നു. കോടശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് പ്രചരണം നടത്തിയത്. മലയോര മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലെന്നും കാട്ടാനയുടെ നിരന്തരമായ ഭീഷണിക്ക് അറുതി വരുത്തണമെന്നും കാട്ടാന കൃഷി നശിപ്പിച്ചാൽ പേരിന് മാത്രമായി നഷ്ടപരിഹാരം നൽകുന്നതല്ലാതെ ശാശ്വതമായി പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ലെന്നും കാട്ടാനയുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന് നിയമം കൊണ്ടുവരുന്നതിന് പുതിയ സർക്കാർ വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വേറിട്ട ഒറ്റയാൾ പ്രചരണമെന്ന് ജോസ് പറഞ്ഞു. സംസ്ഥാനത്തെ സിവിൽ ജഡ്ജിമാരുടെ നിയമനത്തിനായി കേരള ഹൈക്കോടതി അപേക്ഷ ക്ഷണിച്ചു. സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ തസ്തികയിലെ ഒഴിവുകൾ നികത്തുന്നതിനാണ് ഹൈക്കോടതി അപേക്ഷ ക്ഷണിച്ചത്. നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതയും അഭിഭാഷക വൃത്തിയിൽ നിശ്ചിത കാലയളവ് പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. മെയ് മാസം 4-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. നിലവിൽ 27 ഒഴിവുകളാണ് ഉള്ളത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, NCA, റെഗുലർ എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ള തസ്തികകളിൽ നിയമനം നടത്തുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റെഗുലർ തസ്തികകളിലേക്കും അപേക്ഷിക്കാം
നിയമിക്കാവുന്നതാണ്. നേരിട്ടും ട്രാൻസ്ഫർ വഴിയും നിയമനം നടത്താവുന്നതാണ്. സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് അപേക്ഷിക്കുന്നവർക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച നിയമബിരുദവും കുറഞ്ഞത് 3 വർഷത്തെ അഭിഭാഷക പ്രാക്ടീസുമാണ് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും. ഉയർന്ന പ്രായപരിധി 35 വയസ്സിൽ താഴെയായിരിക്കണം. എന്നാൽ അർഹരായവർക്ക് മാനദണ്ഡ പ്രകാരമുള്ള പ്രായ ഇളവുകൾ ലഭിക്കും. സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ ട്രാൻസ്ഫർ വഴിയുള്ള നിയമനം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച നിയമബിരുദം നേടിയിരിക്കണം. ഫീഡർ വിഭാഗത്തിലേക്ക് നിയമിക്കുന്നതിന് മുമ്പ് 3 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അഭിഭാഷക പ്രവൃത്തി ചെയ്തിരിക്കണം. അപേക്ഷ സമർപ്പിക്കൽ പ്രക്രിയ അവസാനിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള അവസാന തീയതിയിൽ 54 വയസ്സിൽ താഴെയായിരിക്കണം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1,10,680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,835 രൂപയാണ്. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അസംസ്കൃത എണ്ണ വില കുറഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറാൻ കാരണം. എന്നാൽ പശ്ചിമേഷ്യ സംഘർഷം തുടരുമെന്ന് സൂചന നൽകി ട്രംപ് നടത്തിയ പ്രസ്താവനയെ തുടർന്ന് വെള്ളിയാഴ്ച എണ്ണവില കുതിച്ചുയർന്നിരുന്നു. ഇത് സ്വർണ്ണവില കുറയാൻ കാരണമായി. കഴിഞ്ഞ മാസം 3 ആഴ്ചയ്ക്കിടെ 26,000 രൂപയിലേറെ ഇടിഞ്ഞ് 1,00,000 താഴെ എത്തിയ ശേഷമാണ് വില തിരിച്ചു കയറിയത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. MDMAയുമായി 2 യുവാക്കൾ അങ്കമാലിയിൽ പിടിയിൽ. ഫോർട്ട് കൊച്ചി സ്വദേശികളായ മുഹമ്മദ് സഹീൽ, മുഹസിൻ എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ബൈക്കിനെത്തിയ ഇരുവരും തൃശൂർ ഭാഗത്തു നിന്നും യൂബർ ടാക്സിയിൽ സഞ്ചരിക്കുന്നിടെയാണ് പിടിയിലായത്. റൂറൽ പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് കാർ പിന്തുടർന്ന് പ്രതികളെ പിടികൂടിയത്. വാഹനത്തെ പിന്തുടർന്ന സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങൾ ദേശീയപാതയിൽ അങ്ങാടിക്കടവ് സിഗ്നൽ ജംഗ്ഷൻ സമീപം വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ഫ്ലാസ്കിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം. വണ്ടിയില്ല, ഇവന്മാർ ബൈക്കിന് വന്നു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് വാണിയമ്പാറ നിയമസഭ പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 9 ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചു. പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ സെന്ററുകളായും പോളിംഗ് സ്റ്റേഷനുകളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏപ്രിൽ 8 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണൽ ദിനമായ മെയ് 4 അവധി പ്രഖ്യാപിച്ച് ജില്ലാ ഓഫീസറും ജില്ലാ കളക്ടറുമായ ശിഖ സുരേന്ദ്രൻ ഉത്തരവിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 4 ദിവസങ്ങളായി തൃശൂർ ജില്ലയിൽ 10,648 പേർ ഹോം വോട്ടിംഗ് രേഖപ്പെടുത്തി. ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലായി വോട്ടർ പട്ടികയിൽ 85 വയസ്സ് പൂർത്തിയായവർ, വോട്ടർ പട്ടികയിൽ ഭിന്നശേഷി മാർക്ക് ചെയ്തതും 40%-ലധികം ഭിന്നശേഷിയുള്ളതുമായ വോട്ടർമാർ എന്നിവർക്ക് അപേക്ഷിച്ച പ്രകാരം ഹോം വോട്ടിംഗ് സംവിധാനമാണ് ജില്ലയിൽ നടപ്പിലാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോജി എം ജോണിന്റെ വിജയത്തിനായി കൊച്ചുമക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത്. കാടുകുറ്റി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടെന്ന് പരാതി. വോട്ട് ഫോർ UDF എന്ന അഭ്യർത്ഥനയുമായി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസിന്റെ ഒറ്റയാൾ തെരഞ്ഞെടുപ്പ് കാൽനട പ്രചരണ യാത്ര ശ്രദ്ധേയമാവുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.